ഒന്നെന്ന് വെച്ചാൽ പഴയകാലം മുതലേ ഉസ്താദുമാരൊക്കെ കുട്ടികളോട് 6 നേരം പല്ല് തേക്കാൻ ഉപദേശിക്കൽ പതിവുണ്ടായിരുന്നു. ദർസുകളിലെ കോതമാണ് കുട്ടികളോട് 6 നേരം മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി ഉപദേശിക്കും. ബുദ്ധി വികാസത്തിന് വളരെ നല്ലതാണ്, അത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതുകൊണ്ട് 6 സമയം എല്ലാവരും മിസ്വാക്ക് ചെയ്യണം. 5 നിസ്കാരത്തിൻ്റെ കൂടെയും 6ാമത്തേത് രാത്രി ഉറങ്ങുന്ന സമയത്തുമാണ്. മിസ്വാക്ക് ചെയ്താൽ മാത്രം പോരാ, മിസ്വാക്കിൻ്റെ അദബുകൾ പാലിക്കണം. മിസ്വാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് മിസ്വാക്ക് ചെയ്യുന്നത് ആളുകളുടെ മുന്നിലേക്കായിരിക്കരുത് എന്നതും മിസ്വാക്കിനെ മറച്ചു വെക്കണം എന്നതുമാണ്. അതുകൊണ്ട് ഹൗദും കരക്കെ അല്ലെങ്കിൽ ടാപ്പിൻ്റെ അടുത്തൊന്നും ആരും മിസ്വാക്ക് വെച്ച് പോകരുത്. ബ്രഷ് നമ്മുടെ റൂമിൽ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ മറവിലായിരിക്കണം വെക്കുന്നത്. അവിടെ നിന്ന് എടുത്ത് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കണം. പരസ്യമായി മിസ്വാക്ക് എല്ലാവരും കാണുന്ന രൂപത്തിൽ ചെയ്യുന്നത് അതിൻ്റെ ഹുർമത്തിന് കുറവാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ ഉസ്താദുമാരിങ്ങനെ കുട്ടികളൊക്കെ എല്ലാവരോടും 6 സമയം മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി ഉപദേശിക്കൽ പതിവുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ വൃത്തിക്ക് 1ാം സ്ഥാനം നൽകണം. വൃത്തിക്ക് 1ാം സ്ഥാനം നൽകുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വൃത്തി തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ചെരുപ്പുകളാണ് എന്നാണ്. അതുകൊണ്ട് ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും എല്ലാവരും ചെരുപ്പൊക്കെ നല്ലോണം തേച്ച് കീട്ട് നല്ല സ്ഥലത്ത് വെക്കുക, ചളിയായാൽ കഴുകുക. അങ്ങനെ എപ്പോഴും ചെരുപ്പ് നന്നായി വൃത്തിയാക്കാൻ സൂക്ഷിച്ചാൽ സ്വാഭാവികമായിട്ടും ചെരുപ്പ് വൃത്തിയുണ്ടെങ്കിൽ അയിമിടുന്ന കാല് നല്ലോണം വൃത്തി ഉണ്ടാവും. കാല് വൃത്തി ഉണ്ടെങ്കിൽ ആൾ മൊത്തത്തിൽ വൃത്തിയുള്ള ആളായിട്ട് മാറുമെന്നാണ്. അതുകൊണ്ട് വൃത്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ഇതിനൊക്കെ ഇൽമുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഞാൻ പറയുന്ന ആശയം പഠിച്ച ഇൽമു അനുസരിച്ച് അമൽ ചെയ്യുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് ഇൽമു ഉപകാരമുള്ളതായി മാറുന്നത്. 5ാമത്തെ കാര്യം ഇദാമത്തുൽ മുത്താല ആണ്. പഠിക്കുക, പഠിച്ചത് വീണ്ടും പഠിക്കുക, ധാരാളമായി പഠിക്കുക, മുത്താല ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അറിയുമെന്ന് കരുതിയിട്ടിരിക്കരുത്. അറിയുന്നത് തന്നെ, വായിച്ച പുസ്തകം വീണ്ടും വായിക്കണം, ഓതിയ കിതാബ് വീണ്ടും ഓതണം, ചെറിയ കുട്ടികൾക്ക് വായിച്ചോതി കൊടുക്കണം, അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നിരന്തരമായി അതുമായി നമ്മുടെ കൽബിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഉപകാരപ്രദമായ അറിവ് നമുക്കുണ്ടായിത്തീരുന്നത്. അതിനാൽ ഇൽമു നാഫിയാവുക എന്നത് വിവരമുണ്ടായത് കൊണ്ട് കാര്യമില്ല. അബൂജാലിനും വിവരം ഉണ്ടായിരുന്നു. അബൂജാഹിൽ പറഞ്ഞാൽ വിവരമില്ലാത്തവനല്ല ശരിക്ക്. അബൂജാഹിലിൻ്റെ ഒറിജിനൽ പേര് അബുൽ ഹക്കം എന്നാണ്. വിവരമുള്ളവൻ്റെ വാപ്പാൻ തന്നെയാണ് ഒറിജിനൽ പേര്. അബൂജാഹിൽ എന്ന് പിന്നെ കുരുത്തം കെട്ടപ്പെട്ട പേരാണ്. ഒരു വിവരമില്ലാത്തവനല്ല. വിവരം ഉപകാരപ്പെട്ടില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ഇൽമു ഉണ്ടായത് കൊണ്ടായില്ല, ഇൽമു ഉപകാരമുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൽമിലും ശൈത്താൻ കയറാൻ സാധ്യതയുണ്ട്. എല്ലാറ്റിലും കയറും ശൈത്താൻ. ശരീരത്തിൽ കയറും, ആയുസ്സിൽ കയറും, സമ്പത്തിൽ കയറും, ആരോഗ്യത്തിൽ കയറും. ഇൽമിലും ശൈത്താൻ കയറുന്നതാണ്. ഇൽമിൽ ശൈത്താൻ കയറിയാൽ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് ഇൽമിൽ കയറിയാൽ അവൻ്റെ ഇൽമ്, അവൻ്റെ വിവരം ന്യായം പറയാനല്ലാതെ മറ്റൊന്നിനും ഉപകാരപ്പെടില്ല എന്നതാണ്. ഇൽമ് ശരിക്ക് ന്യായം പറയാനും ന്യായീകരിക്കാനുമുള്ളതല്ല, ഇൽമ് അമൽ ചെയ്യാനുള്ളതാണ്. അതിന് പകരം ഒരാളുടെ ഇൽമിൽ പിശാച് സ്വാധീനം ചെലുത്തിയാൽ അവൻ ഇൽമു കൊണ്ട് ന്യായീകരണം തൊഴിലാക്കി നടക്കും എന്നതാണ്. പൊതുവേ ആലിമീങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾ വളരെയധികം ബഹുമാനത്തോടുകൂടെ കാണുന്നൊരു വിഭാഗമാണ്. അതുകൊണ്ട് ആളുകളുടെ ആ താല്പര്യത്തെയും ആളുകൾ കാണിക്കുന്ന ബഹുമാനത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് അതിനനുസരിച്ച് നീങ്ങാൻ നമുക്ക് സാധ്യമാവണം. ആ സാധ്യമാകുന്ന തരത്തിൽ ആയിരിക്കണം നമ്മൾ മാറുന്നത്. സിയ്യുൽ ഉലമാ എന്ന് പറയുന്ന ആലിമീങ്ങളുടെ സിയ്യ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ തട്ടാങ്ങര കുട്ടിയമൗലവി രണ്ട് പഴയ കാലത്ത് ഒരാളുണ്ടായിരുന്നു. ഈ പൊന്നാനി ഭാഗത്ത്, പുത്തമ്പള്ളി ഭാഗത്ത് ജീവിച്ചിരുന്ന വലിയൊരു മഹാനാണ് കുട്ടിയമ്മ മുസ്ലിയാർ. ഒരു ദിവസം കുട്ടിയമ്മ മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മൂപ്പർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി. അങ്ങനെ കുട്ടിയമ്മൂലർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ദിവസം മൂത്രമൊഴിക്കാൻ മുട്ടി. അപ്പോൾ വലിയൊരു കുളം കണ്ടു എന്നാണ്. അതിങ്ങനെ പിന്നെ അമ്പലത്തിൻ്റെ കുളമായിരുന്നു. അപ്പോൾ മൂപ്പര് നല്ല വെള്ളം വലിയൊരു കുളമൊക്കെ കണ്ടപ്പോൾ പരിസരത്തുണ്ടായിരുന്ന ചെറിയൊരു കുറ്റിച്ചെടിയുടെ മറവിലിരുന്ന് മൂത്രമൊഴിച്ചിട്ട് തലകെട്ട് ഇങ്ങനെ ഒരു പാറമ്മ വെച്ചിട്ട് കുളത്തിലിറങ്ങിങ്ങാണ്ട് മനരിക്കും ചെയ്തു, ഒതുണ്ടാക്കുകയും ചെയ്തു.
അപ്പോൾ ഈ കുളത്തിലേക്ക് ഇറങ്ങണത് പിന്നെ പിന്നെ അവിടെ ഇങ്ങനെ പരിസരത്ത് നിന്നീനെ അയിത്തത്തിലൊക്കെ വിശ്വാസമുള്ള ഒരാൾ കണ്ടു. അപ്പോൾ മൂപ്പരിങ്ങനെ കാര്യസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ കുളം ആരോ അശുദ്ധാക്കിയിട്ടുണ്ട്, അദ്ദേഹം അവിടെ നിന്ന് കയറിയാൽ ഒന്നിവിടെ വരാൻ പറയുകൊണ്ട് പറഞ്ഞു. അങ്ങനെ കുട്ടിയമ്മൂലിയൊരു മനരിച്ചിങ്ങാണ്ട് ഒതൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കയറി ആ തലയെക്കെട്ടെടുത്തുങ്ങാണ്ട് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അയാൾ പറഞ്ഞു, ഇത്രേ അവിടെ നിന്നായിരുന്നോ, എന്നാ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു എന്നാണ്. അതാണ് നമ്മൾ സാധാരണ പറയും തലയെക്കെട്ടിൻ്റെ പൗറ് എന്ന്. അപ്പോൾ അതുകൊണ്ട് അതാണ് സിയുൽ ഉലമ എന്ന് പറയുന്നത്. ആലിമീങ്ങളുടെ വേഷത്തിന് തന്നെ വലിയൊരു പവറുണ്ട്. അതുകൊണ്ട് വേഷത്തൊക്കെ എല്ലാവരും നിലനിർത്തണം. ഉലമാഇൻ്റെ സിയ്യ് മൊയ്നലി ശിഹാബ് തങ്ങൾ അത് പ്രത്യേകം പറയണ്ടായി. ആലിമീങ്ങൾക്ക് അവരോട് യോജിക്കുന്ന ഒരു വേഷമുണ്ട്, ഓരോരുത്തർക്കും അവനാനോട് യോജിക്കുന്ന ഒരു വേഷമുണ്ട്. അത് ഒരാൾ ഇല്ലെങ്കിൽ അവന് സ്വന്തം മഹത്വം മനസ്സിലാകാതെ പോയി എന്നതാണ്. അതായത് ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുക എന്നാണ്. രണ്ടാമത്തത് മറ്റുള്ളവർ ആരാണെന്ന് മനസ്സിലാവുക. മൂന്നാമത്തെ സ്ഥലകാല ബോധം ഉണ്ടായിരിക്കുക എന്നാണ്. അതായത് നമ്മൾ ചില ആൾക്കാരെ പറ്റി പറയും ആൾ നോർമലാണ് എന്ന് പറയും, വേറെ ചില ആൾക്കാരെ പറ്റി പറയും ആൾ അബ്നോർമലാണ് എന്ന് പറയും. ഒരാൾ നോർമലാണോ അബ്നോർമലാണോ എന്ന് തീരുമാനിക്കാൻ 3 കാര്യങ്ങളാണ് നോക്കുക. ഒന്ന്, ഞാൻ ആരാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കണം എന്നതാണ്. രണ്ടാമത്തത് മറ്റുള്ളവർ ആരാണെന്ന് മനസ്സിലായിരിക്കണം. മൂന്നാമത്തെ സ്ഥലകാല ബോധം ഉണ്ടായിരിക്കണം. ഞാൻ ഉദാഹരണം പറയാം, എന്നാലും വേഗം മനസ്സിലാകുക. അപ്പോൾ ഞാൻ ഡോക്ടർ സാലിം ഫൈസിയാണ്, പ്രഭാഷകനാണ്, ദീനീ കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ്, ഇസ്ലാമിക മതപ്രഭാഷകനാണ്. അങ്ങനത്തെ ഞാൻ ഒരു നല്ല ടൈറ്റുള്ള ജീൻസ് പാൻറ്റും ഒരു ഹാഫ് കൈയുള്ള ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് രാവിലെ നടക്കാൻ ഇറങ്ങിയാന്നും പറഞ്ഞുകൊണ്ട് അങ്ങാടി കൂടെ ഇങ്ങനെ 4 ആൾ കാണുന്ന രൂപത്തിൽ നടന്നാൽ സംഗതി ഹറാമൊന്നും ആവില്ല. ഇഷ്റാഖ് നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ പള്ളിയിൽ കയറിങ്ങാണ്ട് 2 നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകാതെ ഇരിക്കില്ല. അതേ സമയത്ത് അടുത്ത വെള്ളിയാഴ്ച ഖുത്ബ ഓതാൻ എന്നെ പറ്റൂല, അതിന് വേറെ ആളെ നോക്കണം. കാരണം നമ്മൾ യോജിക്കണ ഒരു വേഷമായില്ല അത് എന്നുള്ളതാണ് സംഗതി. ഹറാമ് എന്നുള്ളതൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓരോരുത്തരോടും യോജിക്കുന്ന ഒരു സംഭവമുണ്ട്, അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ ആരാണെന്ന് മനസ്സിലാവുക. എല്ലാവർക്കും ആദ്യം വേണ്ടത് നമ്മൾ ആലിമീങ്ങളാണ്, ആലിമീങ്ങളാവാൻ ഉദ്ദേശിച്ചവരാണ് എന്ന് മനസ്സിലാവണം. അതിനനുസരിച്ചുള്ള വേഷവിധാനങ്ങളെ നമ്മൾ സ്വീകരിക്കാവൂ. അതിനാണ് സിയുൽ ഉലമ എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ടും നമ്മൾ പരിപാലിക്കണം. കോളേജിൽ മാത്രമല്ല, ലീവിന് നാട്ടിൽ പോകുമ്പോഴും ഇന്ന് മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് എപ്പോഴും ഉലമാഇൻ്റെ സിയ്യ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥിരമായ രീതി തൊപ്പി ധരിച്ച് അതിന് മുകളിൽ തലപ്പാവ് ധരിക്കുന്നതാണ്. അപൂർവം ചില സന്ദർഭങ്ങളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊപ്പി മാത്രം ധരിച്ചിട്ടുണ്ടെന്ന് തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയയിലുണ്ട്. അപ്പോൾ അപൂർവമായി തൊപ്പി മാത്രം ധരിക്കാം. അല്ലാത്ത മുഴുവൻ സന്ദർഭങ്ങളിലും സ്ഥിരമായ രീതി തൊപ്പി ധരിച്ച് അതിന് മുകളിൽ തലപ്പാവ് ധരിക്കുന്ന രീതിയാവണം. അങ്ങനെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിനെയാണ് സിയുൽ ഉലമ, ഉലമാക്കളുടെ വേഷം എന്ന് പറയുന്നത്.